ഹലോ, ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. എന്തറിയോ, കുറേ കാലമായിട്ട് വാങ്ങണം 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 എന്ന് വിചാരിച്ചൊരു സംഭവം ഫൈനലി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ സംഭവം അല്ല കേട്ടോ, ഞാൻ അത്രയും ആഗ്രഹിച്ച് വാങ്ങിയതാണ്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വേറൊന്നല്ല, ഫുഡിൻ്റെ നമ്മുടെ പ്രീതി സോഡിയാക്കിൻ്റെ മിക്സർ ഗ്രൈൻഡർ. ഇതിപ്പം ഞാൻ പറയുമ്പോൾ ഒരുവിധം എല്ലാവരും വീട്ടിലും ഈ സാധനമായിരിക്കും എന്ന് എനിക്കറിയാം, കാരണം ഇത് ഭയങ്കര ഹിറ്റാണല്ലോ ഈ സംഭവം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വാങ്ങിയിട്ട് പറഞ്ഞിട്ടും പിന്നെ എൻ്റെ അമ്മ, ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ അമ്മ വാങ്ങിയത്. ഒരു 3 കൊല്ലം മുന്നേ ഞാൻ ഈ പ്രീതി സോഡിയാക്കിനെ പറ്റി പറഞ്ഞ് അമ്മ 3 കൊല്ലം മുന്നേ വാങ്ങിച്ചു. പിന്നെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് എനിക്ക് ഭയങ്കര അത്യാവശ്യമാണെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ റിപ്പബ്ലിക് ഡേൻ്റെ ആ സെയിലിൻ്റെ സമയത്തൊക്കെ ഞാനിങ്ങനെ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ ക്രോമ, വിജയ് സെയിൽസിൽ അവിടെ ഇവിടെയൊക്കെ പോയി നോക്കിയപ്പോൾ ഇതിങ്ങനെ നേരിട്ട് കാണാണ്ടായിരുന്നില്ല. അതായത് വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ കൊണ്ടുവന്ന് തരും എന്നല്ലാതെ നേരിട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ തന്നെ പല വേർഷൻസും ഉണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് അങ്ങനെ നോക്കി ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നല്ലൊരു ഓഫറിൽ സംഭവം കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് ശരിക്കും ഒരു 8,000 സംതിങ് ആണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ എനിക്കിത് 7,000 കിട്ടിയിട്ടുണ്ടായിരുന്നു, 7,000 സംതിങ്ങിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പുതിയതൊക്കെ 14,000 ഒക്കെ പ്രീതിയുടെ ഉണ്ട് കേട്ടോ. പ്രീതി സോഡിയാക്ക് തന്നെ 14,000 പുതിയ വേർഷനൊക്കെ ഉണ്ട്. പക്ഷെ അത് വേണ്ട, ഒരു 8,000 ഈ ഒരു റേഞ്ചിലുള്ളത് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് എല്ലാവരും ഘോരം പ്രസംഗിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഞാനായിട്ട് ഇതിങ്ങനെ വാങ്ങാതിരിക്കുക എന്നുള്ളത്. പിന്നെ എൻ്റെ മിക്സി ആണെങ്കിൽ ഓൾമോസ്റ്റ് പണി മുടക്കി, അതിലൊന്നുമില്ല, അതിൽ വെറും ചട്നി അരയ്ക്കാനും ജ്യൂസ് ഉണ്ടാക്കാനും മാത്രമേ പറ്റുള്ളൂ. അത് ക്രോമയുടെ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ചൊരു ഫുഡ് പ്രോസസ്സർ ഭയങ്കര അത്യാവശ്യമാണ്. അപ്പം ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നു. ഒരു ഐഫോൺ കിട്ടിയ പോലും ഞാൻ ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് കാണിക്കാറില്ല. അപ്പം ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ സംഭവം എന്തൊക്കെയാണെന്ന്. അപ്പം ഞാനിങ്ങനെ അൺബോക്സ് ചെയ്യുന്ന പോലെ കാണിക്കാം. പണ്ട് നമ്മൾ എയർ ഫ്രയർ അൺബോക്സ് ചെയ്തിരുന്നില്ലേ, എന്നിട്ട് കുറേ പേരെ നോക്കിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ കുറേ പേരെ വീട്ടിലുണ്ടാവും. അപ്പം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഉപയോഗങ്ങളും ബെനിഫിറ്റ്സ് ഒക്കെ എഴുതിയാൽ ബാക്കിയുള്ളവർക്കും കൂടെ വേണമെങ്കിൽ വാങ്ങാം, നോക്കാം. അപ്പോൾ പ്രോഡക്റ്റ് എന്തായാലും ഞാൻ വാങ്ങിയ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്യാം. ഹായ് ഞാൻ ബ്ലാക്കാണ് വാങ്ങിയത് കേട്ടോ. സോ ഇങ്ങനെ ആള് വരുന്നത് ഇങ്ങനെ. ഇത് ഞാൻ ഇങ്ങനെ ക്ലോസപ്പ് കാണിക്കാം എന്തായാലും. അപ്പോൾ ആദ്യം ഇതിൻ്റെ കൂടെ ഒരു ചട്നി ഗ്രൈൻഡറാണ്. അതായത് നമ്മൾ പൊടികളൊക്കെ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ, ചട്നി ഇങ്ങനത്തെ ഡ്രൈ സാധനങ്ങളൊക്കെ ഉള്ളത്. ഇനി എന്തൊക്കെയുള്ളത് നോക്കട്ടെ. ഒരു ജ്യൂസിൻ്റെ ജാറുണ്ട്. യെസ്, ഇതൊരു ചെറിയ ജാറ്. നമ്മുടെ നോർമൽ മിക്സിയിലുള്ള സാധനങ്ങളൊക്കെ തന്നെ. ആക്ച്വലി ഇതിലുള്ള സാധനങ്ങളൊക്കെ എനിക്കും യൂട്യൂബ് നോക്കിയിട്ട് വേണം പഠിക്കാൻ. ഞാനിപ്പോൾ ഇങ്ങനെ വരുന്ന കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഫുഡ് പ്രോസസ്സറാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാനിങ്ങനെ എന്താ പറയുക അങ്ങനെ നോക്കി ഓരോന്ന് പഠിക്കുമായിരുന്നു. അപ്പോൾ ഇതിലിനിയിപ്പോൾ ഇത് എനിക്കറിയാം ഡ്രൈ ആയിട്ടുള്ള സാധനം, ഇത് നോർമൽ ചെറിയ സാധനങ്ങൾ, പിന്നെ ഒരു വലിയ ജ്യൂസിൻ്റെ ജാറ്. ഈ 3 അറിയാം, എന്നാലും നമ്മൾ നോക്കണമല്ലോ. പിന്നെ ഇത് ഞാനിനി ഷോർട്സ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ ഇടാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതാവും. ഇതിനെപ്പറ്റി ഞാനൊരു റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഭയങ്കര റിവ്യൂ ഉള്ളൊരു സംഭവമാണ്. പിന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇതെന്താ, ഇത് കണ്ടിട്ട് എനിക്ക് അരി അരയ്ക്കാനുള്ളതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത് അരി അരയ്ക്കുന്ന സാധനമായിരിക്കും ഈ സ്പാച്ചുല കണ്ടിട്ട്. ആട്ട കുഴക്കലാണ് എൻ്റെ മെയിൻ. നിങ്ങൾക്കറിയാലോ, എന്നും എൻ്റെ റീൽസും ഷോർട്സും കാണുന്നവർക്കൊക്കെ അറിയാം എൻ്റെ മെയിൻ പണി 24 മണിക്കൂർ ചപ്പാത്തി ഉണ്ടാക്കലാണ്. കാരണം ഇവിടെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയും ഒക്കെ ചപ്പാത്തിയാണെങ്കിൽ അത്രയും സന്തോഷം. അപ്പോൾ ഉച്ചയ്ക്കും രാത്രിയും ചപ്പാത്തി അല്ലെങ്കിൽ ബാക്കറി എന്തായാലും അത് തന്നെ ഉണ്ടാവുള്ളൂ. സാറ്റർഡേ സൺഡേ മാത്രമാണ് നല്ല ചോറ് വയ്ക്കുക. അപ്പോൾ രാത്രിയോ രാവിലെയോ നമ്മുടെ പണിയെടുക്കുമ്പോൾ ആട്ട കുഴച്ച് വെക്കാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്. ഇത് കണ്ടിട്ട് ജ്യൂസർ, ഈ ഇതില്ലേ എന്തായാലും പറയുക, ഓറഞ്ചൊക്കെ ഇങ്ങനെ പിഴിയണ സംഭവം, അതും ഉണ്ട് ഇതിൽ കേട്ടോ. കൊള്ളാലോ. ഇതൊക്കെ എത്രത്തോളം ഞാൻ യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ മെയിൻ ആവശ്യങ്ങൾ വരാൻ പോകണമല്ലോ. ഇത് ജ്യൂസർ, ഇത് അടിപൊളിയാട്ടോ. നമുക്കിങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കാം. അതിൽ തന്നെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട ഫിൽറ്റർ ഉണ്ട്. ഇതെന്തായാലും ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ കണ്ടു ഇതിലൊക്കെ ഫിൽറ്റർ ചെയ്തിട്ടാണ് വരിക. അതാണ് എനിക്കിതിൻ്റെ ഇഷ്ടമായത്. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഓരോരോ സാധനങ്ങളും ഞാൻ യൂസ് ചെയ്യുന്നത് ഷോർട്സ് ആയിട്ട് കാണിക്കുക. ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു അൺബോക്സിങ് ചെയ്യണമല്ലോ. അപ്പോൾ എനിക്കിത് വീഡിയോ എടുക്കണം എന്ന് തോന്നി, നിങ്ങളെയും കൂടെ കാണിക്കണം തോന്നി. പിന്നെ കുറേ പേരുടെ കയ്യിൽ ഇത് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്ക് അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒക്കെ തീർച്ചയായിട്ടും വാങ്ങിക്കാം. കാരണം ഇത് നമ്മുടെ കയ്യിലുള്ള സാധനമായതുകൊണ്ട് എനിക്ക് സ്പെഷ്യൽ റിവ്യൂവിൻ്റെ ആവശ്യമില്ല.
പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ 14 ഇയേഴ്സ് മുന്നേ ഉണ്ടായിരുന്നത്, അവളാണ് ആദ്യമായിട്ട് ഇത് പറഞ്ഞത്. 14 ഇയേഴ്സ് മുന്നേ വാങ്ങിയിട്ട് പിന്നെ ഇപ്പോൾ ഒരു 1-2 കൊല്ലം മുന്നേ അതിൽ 1-2 സാധനങ്ങൾ എക്സ്ട്രാ വാങ്ങേണ്ടി വന്നിട്ടേ ഉള്ളൂ എന്നാ പറഞ്ഞത്. അവർക്ക് ഈ പറഞ്ഞ ചപ്പാത്തി കുഴയ്ക്കാനും മെയിനായിട്ട് ബീട്രൂട്ട് തോരൻ, ക്യാരറ്റ് തോരൻ, പിന്നെ ഓണിയൻ സ്ലൈസ് ചെയ്യുക, ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെയാണ് ഇതിൻ്റെ കുറേ സ്ലൈസ്. ഫുഡ് പ്രോസസ്സറാണല്ലോ ഇതിൻ്റെ മെയിൻ. ഞാൻ പറഞ്ഞത് ഷോർട്സ്, ഞാൻ ഒരു ദിവസം ജ്യൂസ് ഉണ്ടാക്കുന്ന ഷോർട്സ് എടുക്കാം, ഒരു ദിവസം ഉപ്പേരി ഉണ്ടാക്കുന്ന ഷോർട്സ് എടുക്കാം, ഒരു ദിവസം ചോപ്പ് ചെയ്യുന്ന ഷോർട്സ് എടുക്കാം, ഒരു ദിവസം സ്ലൈസ് ചെയ്യുന്ന ഷോർട്സ് എടുക്കാം, അങ്ങനെ എടുക്കാം ഓരോ ദിവസമായിട്ട്. അല്ലാതെ ഇന്നിപ്പോൾ ഇതെല്ലാം കൂടെ പറ്റില്ല. ഇന്നിപ്പോൾ ഞാൻ നോക്കണല്ലേ ഉള്ളൂ. നാളെ രാവിലെ തന്നെ ഞാൻ മിക്കവാറും ക്യാരറ്റ് ഓർ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കും. എനിക്ക് ഏറ്റവും ദേഷ്യം ബീട്രൂട്ടും ക്യാരറ്റും തോരനാണ്. കാരണം അത് ഗ്രേറ്റ് ചെയ്യുക. അതേപോലെ ഹലുവ, അന്ന് ഞങ്ങൾ ഹലുവ ഉണ്ടാക്കിയത് 1 മണിക്കൂർ എല്ലാവരും ഇരുന്ന് ഗ്രേറ്റ് ചെയ്ത്. അപ്പോൾ അമ്മ പറയുകയും ചെയ്തു, നാട്ടിലാണെങ്കിൽ എനിക്ക് 1 സെക്കൻഡിൻ്റെ പരിപാടിയുള്ളൂ എന്ന്. കാരണം നാട്ടിലെ അമ്മ ക്യാരറ്റ് ഹലുവയ്ക്ക് ഞങ്ങൾ വരുമ്പോൾ ഉണ്ടാക്കാറ് ഈ പ്രീതിയുടെ ഇതിലിട്ടിട്ടാണ്, ഗ്രേറ്ററിലിട്ടിട്ട്. അപ്പം ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുത്താൽ ഇങ്ങനെ 1 കിലോ 2 കിലോ ഒക്കെ പെട്ടെന്ന് 2 മിനിറ്റ് 3 മിനിറ്റിലായി കിട്ടും. പക്ഷേ ഇവിടെ ഞങ്ങളന്ന് 1.5-2 മണിക്കൂർ എടുത്ത് ഗ്രേറ്റ് ചെയ്തു. അന്ന് ഞാൻ തീരുമാനിച്ചാണ് ഈ സാധനം ഞാൻ വാങ്ങിക്കും എന്നുള്ളത്. ഇതേ എൻ്റെ മെയിൻ സംഭവം എത്തിപ്പോയി. എന്താണ്? നമ്മുടെ ഫുഡ് പ്രോസസ്സർ. ഇതിന് കുറച്ച് സ്ഥലം വേണം എന്ന് മനസ്സിലായില്ലേ? ഞാൻ അതൊന്ന് മാറ്റിട്ടെ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് അത്യാവശ്യം സ്ഥലം വേണം. ഞാൻ സ്ഥലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആക്ച്വലി. കാരണം കുറച്ചധികം സ്ഥലം പോകുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇതാണ് ഫുഡ് പ്രോസസ്സർ. ആഹാ, അടിപൊളി. ഇതാണ് ഓരോന്നായിട്ട്. ഇതാണ് ഗ്രേറ്റർ. കണ്ടോ? ഈ സാധനം മാറ്റാൻ പറ്റും. ഇത് നമ്മളിങ്ങനെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ ഇത്രയും അളവിൽ നമുക്ക് കിട്ടും. പിന്നെ ഇതാണ് ആട്ടയുടെ. ഇത് ചോപ്പ് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് ഉള്ളിയോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചോപ്പ് ചെയ്യാൻ, നമുക്ക് തോരൻ ഉണ്ടാക്കണമെങ്കിൽ 2 തരത്തിലും ചെയ്യാം. ചോപ്പ് ചെയ്യണമെങ്കിൽ ഇത് മതി, അതല്ല ഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇത് മതി. ഇത് ഒരു തരം ഗ്രേറ്റർ. ഇത് എനിക്ക് തോന്നുന്നു ഗ്രേറ്റ് ചെയ്യല്ല, എന്തായാലും പറയാം, നമ്മൾ അരിയില്ലേ സ്ലൈസ്. ഇപ്പോൾ ക്യാരറ്റും പൊട്ടാറ്റോ ഒക്കെ നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കില്ലേ, ഉള്ളിയൊക്കെ ഇങ്ങനെ സ്ലൈസായിട്ട് അരിയില്ലേ. ഇനി രമേശേട്ടന് സുഖമായി, ബിരിയാണിക്ക് ഇങ്ങനെ അരിഞ്ഞ് തരേണ്ട ആവശ്യമില്ല. നമ്മൾ മറ്റേ ഉള്ളിയൊക്കെ പൊരിക്കുന്നതിന് ഈ സാധനമാണ് യൂസ് ചെയ്യാം എന്നതാണ് എനിക്ക് തോന്നുന്നത്. സംഭവം എന്തായാലും അടിപൊളി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും ഉള്ളിയും എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ അടയ്ക്കാം. സോ ഇതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും സംഭവം സൂപ്പറായി. ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. പക്ഷെ എന്തായാലും വർത്ത് ആവും എന്ന് എനിക്കറിയാം. കാരണം ഞാൻ വെറുതെ ഇത്രയും പൈസയ്ക്ക് ഒരു സാധനം നോക്കിയിട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കില്ല. എനിക്ക് അറിയുന്ന അമ്മയുടെ അടുത്താണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും ഒക്കെ ഉള്ളതും ഞാൻ അനുഭവിച്ചതുമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇനി ഈ പ്രീതിയേക്കാളും നല്ല ബ്രാൻഡ് വേറെ ഉണ്ടോ? ഞാൻ കണ്ടവരൊക്കെ പ്രീതിയെ വാങ്ങണേ. ഇനിയിപ്പോൾ കോസ്റ്റിൻ്റെതാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇതിനേക്കാളും വില കൂടിയ ഏതെങ്കിലും ബ്രാൻഡൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പം ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു ഞാൻ പറയില്ലേ 7,000 8,000 ആണ് ഇതിൻ്റെ ശരിക്കുള്ള വില. 8,000 റേഞ്ചിലാണ് ഇതിൻ്റെ ശരിക്കുള്ള വില വരുന്നത്. അന്ന് എനിക്ക് പിന്നെ എന്തൊക്കെയോ കാർഡ് ഓഫറും കുറേ ഓഫേഴ്സ് കാരണമാണ് എനിക്കത് 7,000 റേഞ്ചിൽ കിട്ടിയത്. ഈ ഇതിൽ ഇനിയും കുറേ പുതിയ സാധനങ്ങളുള്ളതിന് 14,000. അത്രയൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്കിതേ ആവശ്യമുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിത് വാങ്ങിയത്. പിന്നെ ഇത് 750 വാട്ടിൻ്റെ ആണ്. 1000 വാട്ടിൻ്റെയും വരുന്നുണ്ട്. അതിനാണ് തോന്നുന്നു 14,000. പക്ഷെ 1000 വാട്ട് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ അതിൻ്റെ ശബ്ദം ഭയങ്കര കൂടുതൽ. കാരണം ഫുഡ് പ്രോസസ്സറിന് അത്യാവശ്യം ശബ്ദം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. 1000 വാട്ടിൻ്റെ ആവശ്യമില്ല, നമുക്ക് 750 വാട്ട് തന്നെ ഇനഫാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഇതിൻ്റെ സംഭവം. ഞാൻ ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഞാനിവിടെ ടാഗ് ചെയ്യാം. പറഞ്ഞ പോലെ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഞാൻ സ്വയം കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ഷോർട്സുകൾ ഞാൻ എന്തായാലും ഒന്നും കൂടെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് മനസ്സിലാവുമല്ലോ എന്തൊക്കെയാണ് ഡിഫക്റ്റുകളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് എന്തായാലും നാളെ മുതൽ പൊട്ടറ്റോ ഉപ്പേരി ഉണ്ടാക്കാനും ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കാനും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാനൊക്കെ ചോപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയായി. കാരണം അതൊരു ഈ ചപ്പാത്തിയും ബാജിയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ദിവസം ഉണ്ടാക്കണവർക്കറിയാം. അല്ലെങ്കിൽ ഉപ്പേരി ദിവസം ഉണ്ടാക്കണവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇത് രാവിലെ തന്നെ എണീറ്റ് ഇതൊക്കെ പണിയല്ലേ എന്ന് ആലോചിക്കുമ്പോൾ. സോ എന്തായാലും അപ്പം ഞാൻ ഹാപ്പിയായി. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിച്ച് ഞാൻ ചെയ്താൽ കേട്ടോ. അപ്പം ഇനി വഴിയെ ഷോർട്സുകൾ വരുന്നതായിരിക്കും. തൽക്കാലം ഇത്രയുള്ളൂ. അതൊക്കെ ഒന്ന് പഠിക്കട്ടെ. ബൈ.